നമസ്കാരം. പാകിസ്ഥാനിൽ രാഷ്ട്രീയ രംഗത്തെ മാറ്റത്തിന് ചുക്കാൻ പിടിക്കാനാകുമെന്നാണ് ഡോക്ടർ സവീര പ്രകാശിന്റെ പ്രതീക്ഷ. ഇത്തവണ പൊതുതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പാക് ജനതയുടെ ഹൃദയം കവരാനാണ് ഡോക്ടറും ന്യൂനപക്ഷ വിഭാഗക്കാരിയുമായ സവീരയുടെ ശ്രമം. പാകിസ്ഥാനിൽ തെരഞ്ഞെടുപ്പിൽ പൊതുവെ സ്ത്രീകൾ മത്സരിക്കുന്നത് നന്നേ കുറവാണ്. PK-25 മണ്ഡലത്തിൽ നിന്നാണ് പ്രവിശ്യ അസംബ്ലി സീറ്റിലേക്ക് മത്സരിച്ച് പാകിസ്ഥാനിലെ ഖൈബർ പക്ത്യൂൺഖ പ്രവിശ്യയിൽ ചരിത്രം സൃഷ്ടിക്കാൻ സവീര പ്രകാശ് തയ്യാറെടുക്കുന്നത്. ന്യൂനപക്ഷങ്ങൾക്കോ സ്ത്രീകൾക്കോ ഉള്ള സംവരണ സീറ്റിന് പകരം ജനറൽ സീറ്റിലാണ് സവീര മത്സരിക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി അംഗമായ സവീര 2022 അബോട്ടാബാദ് ഇന്റർനാഷണൽ മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS ബിരുദം നേടി. സെൻട്രൽ സുപ്പീരിയർ സർവീസസ് പരീക്ഷകളിൽ പങ്കെടുക്കാനും സവീര പദ്ധതിയിടുന്നുണ്ട്. പ്രദേശത്തെ അറിയപ്പെടുന്ന രാഷ്ട്രീയ പ്രവർത്തകനും സാമൂഹിക പ്രവർത്തകനുമായ ഡോക്ടർ ഓം പ്രകാശാണ് സവീരയുടെ അച്ഛൻ. തന്റെ മകളെ രാഷ്ട്രീയ ലോകത്തേക്ക് കൊണ്ടുവരാൻ PPP ആഗ്രഹിച്ചെന്നും പാകിസ്ഥാനിലെ പൊതുജീവിതത്തിൽ പെൺകുട്ടികളുടെ സാന്നിധ്യം വളരെ കുറവാണെന്ന് തോന്നിയിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ മത്സരിക്കാനുള്ള മകളുടെ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും ഓം പ്രകാശ് പറഞ്ഞു. ബ്യൂണറിലെ സ്ത്രീകളിൽ 29% മാത്രമാണ് വിദ്യാഭ്യാസമുള്ളത്. അതേസമയം സ്ത്രീകളുടെ രാജ്യത്തെ ശരാശരി സാക്ഷരതാ നിരക്ക് 46%. സ്തൂൺ സംസ്കാരത്തിൽ സ്ത്രീകൾക്ക് മുന്നിൽ നിരവധി പരിമിതികളുണ്ട്. വിവേചനമില്ലാതാക്കാൻ തന്റെ മത്സരം സാധിക്കുമെങ്കിൽ നല്ലത്. പിന്തുണ ലഭിക്കാത്തതാണ് സ്ത്രീകൾ പൊതുരംഗത്തേക്ക് വരാൻ മടിക്കുന്നതിന്റെ കാരണമെന്നും സവീര പറഞ്ഞു. പുരുഷന്മാർക്ക് തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവേശിക്കാൻ എളുപ്പമാണ്. അതേസമയം സ്ത്രീകൾക്ക് പൊതു പിന്തുണ നേടുന്നത് ബുദ്ധിമുട്ടാണ്. ഈ മേഖലയിൽ നിന്ന് മത്സരത്തിനിറങ്ങുന്ന ആദ്യത്തെ സ്ത്രീയാണ് താൻ. തനിക്ക് ഒരു മാതൃക സൃഷ്ടിക്കാനും മറ്റ് സ്ത്രീകളെ പ്രചോദിപ്പിക്കാനും കഴിയുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നു. ജനറൽ സീറ്റിലേക്ക് മത്സരിക്കുന്നതിലൂടെ സമൂഹത്തിന്റെ പ്രാതിനിധ്യം വർദ്ധിക്കും. തന്റെ സമുദായത്തിൽ നിന്നുള്ള മറ്റുള്ളവർ സംവരണ സീറ്റുകളിലേക്ക് മത്സരിക്കുന്നു. തന്റെ പങ്കാളിത്തം അവരുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുമെന്നും സവീര പറഞ്ഞു. അതേസമയം പാകിസ്ഥാനിൽ വ്യാഴാഴ്ച നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. തുടർച്ചയായ അക്രമ പരമ്പരകൾ ഭീഷണി ഉയർത്തുന്നുണ്ടെങ്കിലും വോട്ടെടുപ്പ് മാറ്റമില്ലാതെ നടക്കുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷനും സർക്കാരും അറിയിച്ചിട്ടുണ്ട്. PMLN നേതാവും മുൻ പ്രധാനമന്ത്രിയുമായ നവാസ് ഷെരീഫ്, PPP നേതാവും മുൻ പ്രധാനമന്ത്രി ബേനസീർ ഭൂട്ടോയുടെ മകനുമായ ബിലാവൽ ഭൂട്ടോ സർദാരി എന്നിവരാണ് മത്സരരംഗത്തെ പ്രമുഖർ. പ്രധാന പ്രതിപക്ഷമായ PTI സ്ഥാപകനും ചെയർമാനുമായ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ജയിലിലാണ്. അദ്ദേഹത്തിന് വേണ്ടി വ്യത്യസ്തമായ പ്രചാരണ രീതികളാണ് നടക്കുന്നത്. മുഖം മൂടിയും ശിരോവസ്ത്രവും ധരിച്ച യുവതികൾ വീടുകൾ കയറിയിറങ്ങി ലഘുലേഖകളും മറ്റും വിതരണം ചെയ്യുന്നു. നിർമ്മിത ബുദ്ധിയും സാമൂഹിക മാധ്യമങ്ങളും വ്യാപകമായി പ്രയോജനപ്പെടുത്തുന്നുണ്ട്. നേരത്തെ ജയിലിൽ കഴിയുന്ന ഇമ്രാൻഖാൻ പ്രസംഗിക്കുന്ന വീഡിയോ AI ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുണ്ട്. അത് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നു. അഴിമതി അടക്കമുള്ള വിവിധ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടതിനെ തുടർന്ന് നിലവിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുകയാണ് ഇമ്രാൻ. 2018 പൊതു തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഇമ്രാന് 2022 അധികാരം നഷ്ടമായത്. അതേസമയം മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിനെതിരെ മത്സരിക്കുന്ന വനിതാ സ്ഥാനാർത്ഥിക്കെതിരെ പുതിയ കേസ്. എതിർ സ്ഥാനാർത്ഥിയും ഇമ്രാൻഖാന്റെ പാർട്ടിയായ തെഹ്രീകെ ഇൻസാഫ് പ്രവർത്തകയുമായ ഡോക്ടർ യാസ്മിൻ റഷീദിനെതിരെയാണ് തീവ്രവാദ കുറ്റം ചുമത്തിയത്. ഇമ്രാന്റെ പാർട്ടിക്കെതിരെ പാകിസ്ഥാനിൽ വ്യാപകമായ അടിച്ചമർത്തൽ നടക്കുകയാണ് എന്ന ആരോപണങ്ങൾക്ക് ഇടയാണിത്. പാർട്ടിയുടെ ചിഹ്നമായ ബാറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കിയതോടെ സ്വതന്ത്രരായാണ് PTI സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. ഇതിനിടെയാണ് പുതിയ കേസുകൾ ചുമത്തി സ്ഥാനാർത്ഥികളെ ദുർബലരാക്കാൻ ശ്രമം നടക്കുന്നത്. ഈ കഴിഞ്ഞ മെയ്യിൽ ഇമ്രാൻഖാനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് കലാപം നടന്നിരുന്നു. ഈ സംഭവത്തിലാണ് ഇപ്പോൾ യാസ്മിനെതിരെ കേസെടുത്തത്. തിരഞ്ഞെടുപ്പ് തോൽക്കുമെന്ന ഭയത്താൽ നവാസ് ഷെരീഫ് സ്വാധീനം ഉപയോഗിച്ച് എതിർ സ്ഥാനാർത്ഥിക്കെതിരെ തിരിയുകയാണെന്ന് PTI പ്രവർത്തകർ ആരോപിച്ചു. തിരഞ്ഞെടുപ്പിൽ 100 വിദേശ നിരീക്ഷകരെത്തുമെന്ന് പാക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മേധാവി സിക്കന്ദർ സുൽത്താൻ രാജ പറഞ്ഞു. തിരഞ്ഞെടുപ്പ് സുഗമമായി നടത്താനുള്ള സാങ്കേതിക സംവിധാനമായ ഇലക്ഷൻ മാനേജ്മെന്റ് സിസ്റ്റം തയ്യാറായിട്ടുണ്ടെന്നും അറിയിച്ചു. അതേസമയം തിരഞ്ഞെടുപ്പിന്റെ സുതാര്യതയിൽ US ആശങ്ക പ്രകടിപ്പിച്ചു. തിരഞ്ഞെടുപ്പ് നടപടികൾ നിരീക്ഷിച്ചു വരികയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പ് നടക്കണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്നും US വ്യക്തമാക്കി.